വിശേഷണം രണ്ടെണ്ണമാണ്. സബ്ജക്റ്റിനെ അല്ലെങ്കിൽ നൗണിനെ വിശേഷിപ്പിക്കുക എന്നുള്ളത്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ അടുത്ത് പഠിക്കാനുള്ളത് ആഡ് വെർബ്, വെർബിനെ വിശേഷിപ്പിക്കുക എന്നുള്ളത്. അതൊരു നല്ല രസകരമായ കഥയിലൂടെ നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. പ്രിയക്കുട്ടനും വാലൻ ആഡ് വെർബ് ഒരു വല്ലാത്ത കൂട്ടുകെട്ട്. നമ്മുടെ പ്രിയക്കുട്ടൻ ആളൊരു സദാസമയ ആക്ഷൻ ഹീറോയായിരുന്നു. ഓടുക, ചാടുക, വീഴുക, തിന്നുക എന്നൊക്കെയായിരുന്നു കക്ഷിയുടെ മെയിൻ പരിപാടി. അങ്ങനെ ഇരിക്കെയാണ് വീട്ടിലേക്ക് പുതിയൊരു അതിഥി വന്നത്. അതാണ് അനിയൻകുട്ടൻ. ക്രിയാവിശേഷണം അല്ലെങ്കിൽ ആഡ് വെർബ് എന്ന് പറയും. ചില എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഓടുക. പ്രിയക്കുട്ടൻ ഓടി എന്ന് പറഞ്ഞാൽ അനിയൻ ഓടി എന്ന് പറയും. പോരാ ചേട്ടാ, വേഗത്തിൽ ഓടി എന്ന് പറയുക. അപ്പോൾ വേഗത്തിൽ എന്നുള്ളതാണ് ഇവിടെ ആഡ് വെർബ്. അടുത്തത് കരയുക. പ്രിയക്കുട്ടൻ അമ്മയോട് ഭയപ്പെട്ട് കരഞ്ഞു എന്ന് വിചാരിക്കുക. അനിയൻ അപ്പോൾ തന്നെ വാലിൽ വലിച്ചു പറയും. ചേട്ടൻ ഉച്ചത്തിൽ കരഞ്ഞു എന്ന് പറയുക. അപ്പോൾ ഇവിടെ ലൗഡ്ലി, ഉച്ചത്തിൽ എന്നുള്ളതാണ് ആഡ് വെർബ്. അടുത്തത് തിന്നുക എന്നുള്ളത്. പ്രിയക്കുട്ടൻ വിശന്നിട്ട് അടുക്കളയിൽ കയറി 2 പൊറോട്ട തിന്നു. അപ്പോഴേക്കും വാലൻ അനിയൻ പുറകിൽ നിന്ന് ഒട്ടിപ്പിടിച്ച് ചേട്ടൻ ആർത്തിയോട് തിന്നു എന്ന് പറയൂ. ഗ്രീറ്റ്ലി എന്ന്. ഗ്രീറ്റ്ലി എന്നുള്ളതാണ് ഇവിടെ ആഡ് വെർബ്. നെക്സ്റ്റ് ഉറങ്ങുക. ചേട്ടൻ ക്ഷീണിച്ചു ഉറങ്ങി എന്ന് പറഞ്ഞാൽ അനിയൻ അപ്പുറത്തിരുന്ന് പറയും ചേട്ടൻ സുഖമായി ഉറങ്ങി. പീസ്ഫുള്ളി. അപ്പൊ പീസ്ഫുള്ളി എന്നുള്ളതാണ് ഇവിടെ ആഡ് വെർബ്. നെക്സ്റ്റ് തുമ്മുക. പ്രിയക്കുട്ടൻ ക്ലാസ്സിലിരുന്ന് ബോറടിച്ചൊന്ന് തുമ്മി. അനിയൻ അപ്പോൾ തന്നെ വാലിൽ തൂങ്ങി ചേട്ടൻ ആരും ശ്രദ്ധിക്കാതെ തുമ്മി എന്ന് പറയുക. ആരും ശ്രദ്ധിക്കാതെ എന്നുള്ളത് സൈലന്റ്ലി, ക്വൈറ്റ്ലി എന്നാണ്. അതുപോലെ തന്നെ ഭയങ്കര ഉച്ചത്തിൽ എന്നുള്ളത് ലൗഡ്ലി എന്നാണ് പറയുക. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ആഡ് വെർബ്. നെക്സ്റ്റ് തള്ളുക. പ്രിയക്കുട്ടൻ ഒരാളെ തള്ളി എന്ന് വിചാരിക്കുക. അനിയൻ പുറകിൽ നിന്ന് വിളിച്ചു പറയും പോരാ ചേട്ടാ, അവനെ ക്രൂരമായി തള്ളി എന്ന് പറയുക. അപ്പൊ ക്രൂരമായി എന്നുള്ളത് ക്രുവലി എന്നുള്ളതാണ് അപ്പൊ ഇവിടെ ആഡ് വെർബ്. നെക്സ്റ്റ് കുടിക്കുക. പ്രിയക്കുട്ടൻ കഞ്ഞി കുടിച്ചു. അനിയൻ പറഞ്ഞു ചേട്ടൻ രുചിയോടെ കഞ്ഞി കുടിച്ചു. വിത്ത് റിലിഷ് അല്ലെങ്കിൽ ഹാപ്പിലി എന്നൊക്കെയാണ് ഇവിടെ ആഡ് വെർബ്. ചുരുക്കം പറഞ്ഞാൽ ചേട്ടൻ ചെയ്യുന്ന എല്ലാ ആക്ഷനും എങ്ങനെ, എപ്പോൾ, എവിടെ വെച്ച് നടക്കുന്നു എന്ന് ലൈവ് കമന്ററി പറയുന്ന ഒരു കുറുമ്പൻ വാലനായിരുന്നു ഈ ആഡ് വെർബ്. ആഡ്ജക്റ്റീവ് ചേച്ചിയുടെ എൻട്രി ഈഗോ. യുദ്ധവും ഇവർ ഇങ്ങനെ തകർത്ത് ജീവിക്കുമ്പോഴാണ് അടുത്ത വീട്ടിൽ ജാടക്കാരിയായ ആഡ്ജക്റ്റീവ് ചേച്ചി വരുന്നത്. നാട്ടിലെ വലിയ പണക്കാരനായ നാമങ്ങളുടെ കൂടെ നടന്നു. അവരെ സുന്ദരന്മാരും സുന്ദരികളും ആക്കലായിരുന്നു ചേച്ചിയുടെ ഹോബി. ഉദാഹരണത്തിന്, അവൻ നല്ല പയ്യൻ, അവൾ സുന്ദരിയായ പെൺകുട്ടി. ഒരു ദിവസം ആഡ്ജക്റ്റീവ് ചേച്ചി നമ്മുടെ ആഡ് വെർബ് അനിയനെ വഴിയിൽ വെച്ച് കണ്ടു പുച്ഛിച്ചു. ആഡ്ജക്റ്റീവ് ചേച്ചി എടാ വാല, നിനക്ക് എപ്പോഴും ആ പ്രിയക്കുട്ടന്റെ പുറകെ നടക്കലേ യോഗമുള്ളൂ. ഇന്ന് നോക്ക്, ഞാൻ നാട്ടിലെ VIP നാമങ്ങളെ സുന്ദരമാക്കുന്നവളാണ്. ഇത് കേട്ടതും അനിയൻ ആഡ് വെർബിന് ഈഗോ അങ്ങ് അടിച്ചു കയറി. അങ്ങനെ അവൻ തന്റെ തലയിൽ ലീ എന്ന മാന്ത്രിക ആന്റിനെ തിരിച്ചുകൊണ്ട് മാസ് മറുപടി കൊടുത്തു ആഡ് വെർബ് അനിയൻ. ഓഹോ, ചേച്ചിക്ക് അത്രക്കുമായോ? ഞാൻ വിചാരിച്ചാൽ ചേച്ചിയുടെ പവർ കൂട്ടാനും എനിക്ക് പറ്റും മോളെ. ചേച്ചി ഒരു നാമത്തെ ഭംഗിയുള്ളവൾ, ബ്യൂട്ടിഫുൾ എന്ന് വിശേഷിപ്പിച്ചാൽ ഞാൻ അതിനെ മുന്നിൽ കയറി നിന്ന് വളരെ ഭംഗിയുള്ളവൾ, വെരി ബ്യൂട്ടിഫുൾ എന്ന് മാറ്റും. അപ്പോൾ ആർക്കാണ് പവർ? ചേച്ചിയുടെ പവറും കൂട്ടി അനിയൻ ആഡ് വെർബ് ഗ്രാമത്തിലെ റിയൽ താരമായി മാറി. അപ്പോൾ ആഡ് വെർബ് 2 സ്ഥലങ്ങളിൽ വിശേഷിപ്പിക്കുന്നു. ഒന്ന് വെർബിനെയും അതുപോലെ തന്നെ ആഡ്ജക്റ്റീവിനെയും. വെരി ബ്യൂട്ടിഫുൾ എന്നുള്ളത്, വെരി എന്നത് ആഡ്ജക്റ്റീവിനെയാണ് വിശേഷിപ്പിച്ചത്. പോയി ക്ലാസ്സുകൾ നന്നായിട്ട് മനസ്സിലാക്കുക.
കൂടുതൽ ക്ലാസ്സുകൾക്കായി നിങ്ങൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക. വേഗത്തിൽ. അവൻ വേഗത്തിൽ ഓടുന്നു. ഉച്ചത്തിൽ. അവൻ ഉച്ചത്തിൽ കരയുന്നു. ആർത്തിയോടെ. അവൻ ആർത്തിയോടെ തിന്നുന്നു. സുഖമായി. അവൻ സുഖമായി ഉറങ്ങുന്നു. പതുക്കെ. അവൻ പതുക്കെ തുമ്മുന്നു. ഭയങ്കര ഉച്ചത്തിൽ. അവൻ ഭയങ്കര ഉച്ചത്തിൽ തുമ്മുന്നു. ക്രൂരമായി. അവൻ ക്രൂരമായി തള്ളുന്നു. രുചിയോടെ. അവൻ രുചിയോടെ കുടിക്കുന്നു.